ഹായ്. അപ്പോ ഇറ്റ്സ് മല്ലുമേഡ് ഹിയർ. മല്ലുമേഡ് ഞാൻ എനിക്ക് തന്നെ ഇട്ട പേരാണ്. ഇങ്ങനെ വെറുതെ കുറെ പേര് തപ്പിയപ്പോൾ ഇങ്ങനെ മല്ലുമേഡ് ഓക്കെ അങ്ങനെ ഇട്ട പേരാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോൺ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എവിടേക്കാണ് നോക്കേണ്ടത് ഭയങ്കര കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ എവിടേക്കെങ്കിലുമൊക്കെ നോക്കി സംസാരിക്കും, എന്നിട്ട് അവസാനം എന്താവുമെന്ന് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇറ്റ്സ് ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണല്ലോ. ഞാൻ വിചാരിച്ചു ഐ ഷുഡ് ടോക്ക് അബൌട്ട് മൈസെൽഫ്. എന്താണ് ഞാൻ, എങ്ങനെ, എന്തോ വലിയ കാര്യമായിട്ടൊന്നുമില്ല. എൻ്റെ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് അങ്ങനെ ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എന്താ എനിക്ക് തോന്നുന്നത് അതൊക്കെ പറയാമെന്നുള്ളൊരു രീതിക്കാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം മരിയ. ഞാൻ 6th ഇയർ മെഡിസിൻ സ്റ്റുഡൻ്റ് ആണ് സെർബിയയിൽ. ഞാൻ എൻ്റെ ഫസ്റ്റ് 3 years ഉക്രൈനിലാണ് ചെയ്തത്. സോ ആഫ്റ്റർ വാർ ഒബ്വിയസ്ലി മൂവ് ടു സെർബിയ. അപ്പോൾ 2023 മുതലാണ് ഞാനിപ്പോൾ സെർബിയയിലുള്ളത്. അപ്പോൾ ഇറ്റ്സ് ബീൻ 3rd year ആണ് ഇപ്പോൾ എൻ്റെ സെർബിയത്തെ. അപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ നെയിം യൂണിവേഴ്സിറ്റി ഓഫ് റെഗുയവാസ്. ഇതൊരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്, മീൻസ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഞാൻ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയാം. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ സെർബിയൻ പിള്ളേരും ഉണ്ട്, മീൻസ് സെർബിയൻ ബാച്ചും ഉണ്ട്, IISM ഇംഗ്ലീഷ് ബാച്ചും ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ബാച്ചിൽ തന്നെ ഞങ്ങളിപ്പോൾ എൻ്റെ ഇയറിൽ തന്നെ അബവ് 80 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ഇൻടേക്കും ഓരോ ഇയറിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഓരോ ഇയറിലെ ഇപ്പോൾ ഇനി കമ്മിങ് 2026 ഇയറിലോ 2025 2026 ബാച്ചിൽ എങ്ങനെയാണ് ഇൻടേക്ക് വരുന്നതെന്ന് അറിയത്തില്ല. സോ അപ്പം അങ്ങനെയാണ് എൻ്റെ ഇത്. ഞങ്ങൾ താമസിക്കുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ ക്രെഗുയവാസ്. ഇറ്റ്സ് ലൈക്ക് 2.5 hour ട്രാവൽ ഫ്രം ബെൽഗ്രേഡ്, ക്യാപിറ്റൽ ഓഫ് സെർബിയ. സോ ഞങ്ങൾ ഒരു ഏജൻസി വഴിയാണ് വന്നത്. അപ്പോൾ ഏജന്റ് വഴിയാണ് വന്നത്, ഞങ്ങളുടെ ഏജന്റ് വഴിയാണ് വന്നത്. സോ അവർ തന്നെയായിരുന്നു ഞങ്ങളെ സെർബിയക്ക് വന്നിട്ട് ബെൽഗ്രേഡിൽ നിന്ന് പിക്ക് ചെയ്യാനൊക്കെ അവർ തന്നെയായിരുന്നു എല്ലാതും ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഉക്രൈനിൽ 3 ഇയറുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ആയതുകൊണ്ടാവാം സെർബിയയിൽ വന്നപ്പോൾ വലിയ ഇതൊന്നായിട്ട് തോന്നിയില്ല. ഞാൻ ഉക്രൈനിലായിരുന്നപ്പോൾ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റിയിൽ തന്നെയായിരുന്നു ഉഷ്രോഡ് എന്ന് പറഞ്ഞത്. അതേപോലത്തെ തന്നെ ഒരു സിറ്റിയാണ് ക്രെഗുയവാസ് എന്ന് പറഞ്ഞത്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് സ്ലോ പേസിൽ പോകുന്ന സിറ്റിയാണ്. ബെൽഗ്രേഡ് ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര റഷാണ് കേട്ടോ. ബെൽഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷ് ആയിട്ടുള്ള ഒരു സിറ്റി ലൈഫാണ്. അത് പ്രോപ്പർ സിറ്റിയാണ്. ഇതെന്ന് പറഞ്ഞ ഒരു കൺട്രി സൈഡ് ആണോ ചോദിച്ചാൽ അല്ല, എന്നല്ല, എല്ലാം കാര്യങ്ങളും ഉണ്ട്, അല്ലാതും ഉണ്ട്. ബട്ട് ഇറ്റ്സ് ലൈക്ക് പീസ്ഫുൾ ഹിയർ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ പഠിത്തത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് 3 years എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയത്തില്ല എങ്ങനെയാണെന്ന്. പക്ഷേ ഇങ്ങനെ അബ്രോഡ് പോയി എല്ലാവരും ഇങ്ങനെ അഡ്മിഷൻ എടുക്കുന്നേക്കാൾ മുന്നേ ഇങ്ങനെ പറയും അബ്രോഡ് പോയാൽ ഈസി ആയിട്ട് എക്സാംസ് പാസ്സാവാം. അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇവിടെ പഠിച്ച് തന്നെ പാസ്സാവണം, അല്ലാണ്ട് ഒരു വഴിയുമില്ല പാസ്സാവാൻ. നമുക്ക് 4 attempts തരും. അത് കഴിഞ്ഞിട്ട് പിന്നെ അറ്റംപ്റ്റ് മെയിൻ സബ്ജക്ട്സിനൊന്നും പിന്നെ അറ്റംപ്റ്റ് കിട്ടില്ല. ലൈക്ക് അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ECTS വഴിയാണ്, യൂറോപ്യൻ ക്രെഡിറ്റ് സിസ്റ്റം ആണിത് നമ്മൾ ഫോളോ ചെയ്യുന്നത് സെർബിയയിൽ. അപ്പോൾ ECTS നമ്മൾ മാച്ച് ചെയ്താൽ നമുക്ക് അടുത്ത സെമ്മിലേക്ക് പോകാനുള്ള ECTS ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. മീൻസ് ഒരു കുഞ്ഞൊരു സബ്ജക്റ്റ്, ഒരു 7 ECTS ഉള്ള സബ്ജക്റ്റ് ആണ് ബാക്ക് വെച്ചെങ്കിലും കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. ബട്ട് ഇപ്പം നമ്മുടെ 14 ECTS 26 ECTS മേജർ സബ്ജക്ട്സ് ലൈക്ക് സർജറി, ഗൈനക്കോളജി, ഇന്റേണൽ മെഡിസിൻ അതൊന്നും നമുക്ക് പാസ്സാവാണ്ട് അടുത്ത ഇയറിലേക്ക് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ അടുത്ത ഇയറിലേക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു ഇയർ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ വീണ്ടും 4th ഇയറത്തെ സബ്ജക്റ്റ് ആണ് ഇന്റേണൽ മെഡിസിൻ. 4th ഇയറിൽ അപ്പോൾ നമ്മൾ ഇന്റേണൽ മെഡിസിൻ പാസ്സായില്ലെങ്കിൽ വീണ്ടും നമ്മൾ ഇന്റേണൽ മെഡിസിൻ ചെയ്യേണ്ടി വരും. അങ്ങനെ എന്തായാലും പഠിച്ചാൽ തന്നെ പാസ്സാവുന്ന ഒരു ഇതാണ് ഈ എൻ്റെ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാം, പഠിച്ചാൽ തന്നെ ഇവിടെ പാസ്സാവത്തുള്ളൂ. നല്ല എക്സാം ടൈം ആകുമ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആവും. മെജോറിറ്റി നമ്മൾ നന്നായി പഠിച്ചാലും നമുക്ക് എക്സാമിന്റെ സമയത്ത് പെർഫോം ചെയ്യാൻ പറ്റാണ്ടും വരും. കാരണം ഇങ്ങനെ ഓരോ കമ്മീഷനിലും ഏതൊക്കെ പ്രൊഫസറാണ്, അങ്ങനെ നമ്മൾ കമ്മീഷൻ എടുത്തിട്ടാണ് ഒരു പാനൽ ഓഫ് പ്രൊഫസേഴ്സ് ഉണ്ടാവും, 3 to 4 പ്രൊഫസേഴ്സ് ഉണ്ടാവും. അപ്പം നമ്മളിങ്ങനെ ഭയങ്കര വൈവ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഓറലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രാക്ടിക്കലൊക്കെ പിന്നെ നമ്മൾ പാസ്സായി പോയാലും ഓറൽ വരുമ്പോൾ എന്തായാലും നമ്മൾ പഠിക്കാണ്ട് പാസ്സാവത്തില്ല. അപ്പോൾ ഇവിടേക്ക് MBBS പഠിക്കാനൊരു തീരുമാനം എടുത്തൊരു കുട്ടിയാണെങ്കിൽ എന്തായാലും പഠിക്കണം എന്നറിയാലോ. അപ്പൊ അങ്ങനെയാവുമ്പോൾ ഇറ്റ്സ് ഗുഡ്. ലൈക്ക് അക്കാഡമിക്കലി ഇവിടെ നൈസ് ആണ്. പിന്നെ ഞങ്ങൾക്ക് ക്ലിനിക്കൽ സെന്റർ ഉണ്ട്. ക്ലിനിക്കൽ സെന്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ബിഗ് പ്ലേസ്. ഇറ്റ്സ് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് അവിടെ തന്നെയുണ്ട്. ന്യൂറോളജി, പീഡിയാട്രിക്സ്, ഓങ്കോളജി, എവറിത്തിങ് ഈസ് ദയർ.
റീഹാബിലിറ്റേഷൻ. ഇപ്പൊ ഞങ്ങൾക്ക് 6th ഇയറിലുള്ളത് റീഹാബിലിറ്റേഷനും ഗൈനക്കോളജി ഫോറൻസിക് ഒക്കെയാണ്. അപ്പൊ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, ബിൽഡിങ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പ്ലേസിലാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ അധികം, ഞാൻ ഉക്രൈനിലായിരുന്ന സമയത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റ്സും വേറെ വേറെ സ്ഥലത്തായിരുന്നു. അപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞ് അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം, അത് ഭയങ്കര റഷ് ആയിരുന്നു. പക്ഷെ ഇവിടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഒരേ പ്ലേസിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് ഡിപ്പാർട്ട്മെന്റ്സ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് വന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും. ഓരോ ഇയറിൽ ഓരോ സബ്ജക്ട്സ് ആയത്, ഓരോ സെമ്മിൽ വേറെ വേറെ സബ്ജക്ട്സ് ആയതുകൊണ്ട് അതും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ വൺസ് യു ലൈക്ക് നോ ദ പ്ലേസ്, യു ക്യാൻ ഫൈൻഡ് ഇറ്റ് വെരി വെൽ ഈസിലി. പിന്നെ നമുക്ക് ലെക്ചേഴ്സ് രാവിലെ മൊത്തം നമുക്ക് ലെക്ചേഴ്സ് ആവും. രാവിലെ അത് കഴിഞ്ഞിട്ടാണ് ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് പ്രാക്ടിക്കൽസ് വരാറ്. ബട്ട് ഇപ്പോൾ സർജറി ഒക്കെ ആണെങ്കിൽ ഇന്റേണൽ മെഡിസിൻ ഒക്കെ അങ്ങനെയാണ് വരിക. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സസ് നമ്മുടെ പ്രൊഫസേഴ്സിന്റെ ഇതുപോലെ ഇരിക്കും കേട്ടോ. പ്രൊഫസേഴ്സിന് എപ്പോഴാണ് ഫ്രീ ടൈം അല്ലെങ്കിൽ അവരുടെ ഇത്. പിന്നെ സർജറി ഒക്കെ ആണെങ്കിൽ രാവിലെ 8 മണിക്കാവും സർജറി തുടങ്ങാം. അപ്പൊ അനസ്തേഷ്യ കൊടുക്കണേക്കാളും മുന്നേ നമ്മൾ ചിലപ്പോൾ അവിടെ എത്തേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ സർജറിക്ക് ഒട്ടിയിൽ കയറ്റത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാതും പ്രൊഫസർ, നമുക്ക് കിട്ടുന്ന പ്രൊഫസറിനനുസരിച്ചിട്ടാണ് എല്ലാതും ഉണ്ടാവുക കേട്ടോ. ആ പ്രൊഫസറിന്റെ അടിയിൽ കുറച്ച് അസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ അവരാവും നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക. പിന്നെ നമുക്ക് ഇയറിൽ മെന്റേഴ്സ് ഉണ്ടാവും. മെന്റേഴ്സ് മീൻസ് ലൈക്ക് ഒരു 5-6 സ്റ്റുഡൻസ്, ഒരു മെന്റർ, അതൊരു പ്രൊഫസർ ആയിരിക്കും, അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരിക്കും. അപ്പൊ ആ പ്രൊഫസറാവും പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ആ പ്രൊഫസറിനായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. ആ പ്രൊഫസറാവും നമുക്ക് ഹെൽപ്പ് ചെയ്യാം, എല്ലാ കാര്യങ്ങൾക്കും ആള് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ഓഫീസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് മാത്രം വേണ്ടിയിട്ടുള്ള ഓഫീസാണ് അത്. ഇന്റർനാഷണൽ സ്റ്റുഡൻസിനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ നമ്മുടെ എല്ലാ എൻക്വയറീസും അവിടെയാണ് നമുക്ക് പിന്നെ പറയാൻ പറ്റുക, സ്റ്റുഡന്റ് ഓഫീസ്. സോ ഇതുവരെ ഞാനിപ്പോ 4th ഇയർ 5th ഇയർ ഇവിടെ ചെയ്തു, ഇപ്പൊ 6th ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെ എനിക്ക് അക്കാഡമിക്കലി ഇറ്റ്സ് ലൈക്ക് പെർഫെക്റ്റ് ഫോർ മീ. കൂടുതൽ പേഷ്യന്റ് ഇന്ററാക്ഷനും കൂടുതൽ അക്കാഡമിക് ആയിട്ടും, പിന്നെ നമുക്കിപ്പോൾ റിസർച്ച് ചെയ്യാനാണെങ്കിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ പേഴ്സണലി ഇപ്പോൾ ഒരു ഇറാസ്മസ് സ്കോളർഷിപ്പ് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പൊ അത് ഞാൻ റൊമേനിയക്കാണ് പോയത് കേട്ടോ. സോ ഇറാസ്മസ് സ്കോളർഷിപ്പ് മീൻസ് രണ്ട് കാറ്റഗറീസ് ആയിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാം, ലൈക്ക് 2 month ഇന്റേൺഷിപ്പ്. ലൈക്ക് ഇറാസ്മസ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ഫണ്ടഡ് സ്കോളർഷിപ്പ് പ്രോഗ്രാം ആണ്. അപ്പൊ യൂറോപ്യൻ യൂണിയൻ ആണ് നമുക്ക് ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ യൂറോപ്പില് കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം, അങ്ങനെയാണ് അത്. സ്കോളർഷിപ്പ് കിട്ടുന്നത് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന പോലെ പോകാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ ഇന്റേൺഷിപ്പ് ആണ്, 2 month ഇന്റേൺഷിപ്പ്. അല്ലെങ്കിൽ ഒന്ന് ലോങ് ടേം ആയിട്ടുള്ള സ്റ്റുഡന്റ് സെമസ്റ്റർ എക്സ്ചേഞ്ച് പ്രോഗ്രാം. ഞാൻ അതിനാണ് പോയത്, സെമസ്റ്റർ എക്സ്ചേഞ്ച് പ്രോഗ്രാമിനാണ് പോയത്. അപ്പൊ റൊമേനിയക്കാണ് പോയത്. അപ്പൊ എന്റെ ഒരു സെമസ്റ്റർ ഞാൻ റൊമേനിയയിലാണ് ചെയ്തത്. എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയായിരുന്നു. അപ്പോ അവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ സ്കോളർഷിപ്പിലാണ് കവേർഡ് ആയി പോയത് കേട്ടോ. അപ്പോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര 2025 ഞാൻ എന്താ അച്ചീവ് ചെയ്തതെന്ന് ചോദിച്ചാൽ, that months that I spent in Romania. Like ഞാൻ ഒറ്റയ്ക്ക് എല്ലാം പ്രൊസീജിയേഴ്സും it was like too good for me. So thanks to God. Like ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു പ്രോസസ്സൊക്കെ. പക്ഷെ ലൈക്ക് അതിന്റെ ഒരു പാർട്ടാവാൻ പറ്റിയത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാൻ. ഇപ്പൊ 2025 എന്റെ മേജർ അച്ചീവ്മെന്റ് ആയിരുന്നു ആ ഇറാസ്മസ് എന്ന് പറഞ്ഞൊരു സംഭവം. ഇത് എല്ലാം യൂറോപ്യൻ യൂണിയനിൽ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഉണ്ടെന്നാണ്, അല്ലാത്ത യൂണിവേഴ്സിറ്റീസിലുണ്ട്. ജോർജിയ, പിന്നെ ഉക്രൈനിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല ഉക്രൈനില് ഇങ്ങനെ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോ പോയപ്പോ ഞാൻ പണ്ട് പഠിച്ചത് എന്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പിള്ളേര് ഇറാസ്മസിന് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, എന്റെ യൂണിവേഴ്സിറ്റിയിലും ഉണ്ടായിരുന്നില്ലേ ഇറാസ്മസ്. അപ്പൊ നമുക്കിങ്ങനെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മളിങ്ങനെ കോണ്ടാക്ട് കീപ്പ് ചെയ്താൽ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നതെന്ന് വരെ നമുക്ക് അറിയാൻ കുറച്ച് പ്രയാസമാണ്. അതപ്പോ നമ്മള് നന്നായി യൂണിവേഴ്സിറ്റിയിൽ എല്ലാവരുമായിട്ട് കോണ്ടാക്ട് കീപ്പ് ചെയ്താൽ തന്നെ നമുക്കത് അറിയത്തുള്ളൂ. കുറെ റിസർച്ച് വർക്ക്സ് നടക്കുന്നുണ്ട്. അതിന് നല്ല പ്രൊഫസർമാരൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്യും. ഇവിടുത്തെ പ്രൊഫസേഴ്സ് ഒക്കെ ലൈക്ക് സൂപ്പർബാണ്. ലൈക്ക് നോളജിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളോട് നമുക്കത് നമുക്കിപ്പോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് പ്രൊഫസേഴ്സിന് തോന്നി അവർ പേഴ്സണലി നമ്മളെ നന്നായി ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. സോ ഇറ്റ് ഈസ് നമുക്ക് എന്താ വേണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചു തരണം, അല്ലാണ്ട് ആരും കൊണ്ടുവന്ന് തരത്തില്ല. പക്ഷെ നമുക്ക് ചോദിച്ചു ചെന്നാൽ എല്ലാം കിട്ടും. സോ ഇനി ഞാൻ പറയാൻ തുടങ്ങിയ കുറെ പറയും, അതാണ് കാര്യം, പ്രശ്നം. ഇതിപ്പോ തന്നെ എത്ര മിനിറ്റ്? 9 മിനിറ്റ് അല്ലേ?
9 മിനിറ്റ് ആയിട്ടുള്ളൂ അല്ലേ? ഫസ്റ്റത്തെ ഷോർട്ട് വീഡിയോ എത്ര മിനിറ്റ് ഇടാം? അങ്ങനെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ പിന്നെ ഞാൻ ലിവിങ് എക്സ്പെൻസിനെ കുറിച്ച് പറയാം കേട്ടോ. ലിവിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ. സോ ഞാനിപ്പോ നിൽക്കുന്നത് ഒരു 350 യൂറോന്റെ അപ്പാർട്ട്മെന്റിലാണ്. ഞങ്ങൾ 4 പേരായിട്ട് നിൽക്കുന്നത്. അപ്പൊ പ്ലസ് ബിൽസ് വരുമ്പോൾ ഒരു 450 യൂറോസ് വരെ എത്തും. അപ്പൊ ഒരാള് എന്ന് പറയുമ്പോൾ ലൈക്ക് അറൌണ്ട് 20,000 മതി. ഈ റെന്റും എക്സ്പെൻസ് ഒക്കെ കൂടിയിട്ട് എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് 20,000 ആണ് അയച്ചു തരുന്നത്. അപ്പൊ അത് മതി. 25,000 നമുക്ക് നമ്മുടെ എക്സ്പെൻസ് നിൽക്കും. ബട്ട് എന്റെ വേറെ ഫ്രണ്ട്സ് ഉണ്ട്. വേറെ ഫ്രണ്ട്സ് നിൽക്കുന്നത് അവര് സിംഗിൾ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് 350 യൂറോക്ക് നിൽക്കുന്നവരുണ്ട്. അപ്പൊ അവരുടെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ 500 യൂറോസ് ആവും. എന്റെ ലിവിങ് എക്സ്പെൻസ് 200 250 ആവുകയാണെങ്കിൽ ചിലവരുടെ 500 ആവും. അപ്പൊ മിനിമം എന്തായാലും 200 യൂറോസ് എന്തായാലും വരും. പിന്നെ എങ്ങനെയാണ് ഒരാൾ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടാവും, ബാക്കിയുള്ള അവരുടെ പേഴ്സണൽ ചെലവൊക്കെ അനുസരിച്ചിട്ടാവും ലിവിങ് എക്സ്പെൻസ് വരുന്നത്. പക്ഷെ എനിക്ക് 250 എനിക്ക് മതി നിൽക്കാൻ കേട്ടോ. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് അയച്ചു തരേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 500 യൂറോസിന് നിൽക്കുന്ന ആൾക്കാരുണ്ട്, 1000 യൂറോസിന് ഒരു മന്ത് സ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഡിപ്പെൻസ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പോലെ ഇരിക്കും നമ്മൾ എങ്ങനെയാണ് ചെലവാക്കുന്നത്. പിന്നെ കമ്പയർഡ് ടു ഇന്ത്യ എക്സ്പെൻസീവ് ആണ്, ബട്ട് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ് കമ്പയർഡ് ടു വേറെ യൂറോപ്യൻ കൺട്രീസ് നോക്കുമ്പോൾ അധികം എക്സ്പെൻസീവ് അല്ല. എന്നാലും എക്സ്പെൻസ് ഇല്ല എന്നൊന്നുമില്ല, എക്സ്പെൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ സിറ്റി ഇപ്പൊ ക്രെഗോവാസ് ആയതുകൊണ്ട്, കുറച്ച് ഉള്ളിലേക്കുള്ള സിറ്റി ആയതുകൊണ്ട് എക്സ്പെൻസ് ബെൽഗ്രേഡിനേക്കാളും കുറവായിരിക്കും. അങ്ങനെ ഒരു ഡിഫറൻസേ ഉള്ളൂ. അല്ലാണ്ട് എക്സ്പെൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അത്യാവശ്യത്തിനെല്ലാം ഗ്രോസറിയും ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഇന്ത്യൻ സ്പൈസസ് ഒന്നും കിട്ടത്തില്ല, ബട്ട് എല്ലാം അത്യാവശ്യത്തിനുള്ള എല്ലാം കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ എന്താ റെന്റും പിന്നെ പാർട്ട് ടൈം നമ്മള് നമ്മുടെ ഡിഗ്രി MBBS ആയതുകൊണ്ടും അതും ഭയങ്കര പ്രഷറുള്ള സമയമായതുകൊണ്ടും ഞാൻ പാർട്ട് ടൈം ഒന്നും ചെയ്തിട്ടില്ല. പാർട്ട് ടൈം ചെയ്യാൻ ഞാൻ യുക്രൈനിലായിരുന്നപ്പോൾ എനിക്ക് അതിനുള്ള ഓപ്ഷൻ നോക്കിപ്പോയാൽ കിട്ടുമായിരുന്നു, ഉണ്ടാവും. പക്ഷെ ഞാനത് നോക്കി പോയിട്ടുണ്ടായിരുന്നില്ല. സെർബിയയിൽ ഉണ്ട് പാർട്ട് ടൈം ജോബ്സ് ഒക്കെ ഉണ്ട്. നമ്മളപ്പോൾ നമ്മുടെ സ്റ്റഡീസ് പിന്നിലേക്ക് കൊണ്ടുപോകാണ്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ, യു ക്യാൻ ഡു പാർട്ട് ടൈം ജോബ്. പാർട്ട് ടൈം ഒക്കെ ഇവിടെ ചെയ്യാൻ പറ്റും, നല്ലതാണ്. പിന്നെ ഇവിടെ സ്റ്റേ ബാക്ക് ഒന്നുമില്ല. എനിക്കൊരു യൂട്യൂബിൽ ഒരു കമന്റ് വന്നു. അപ്പൊ ആ കമന്റിൽ എന്തൊക്കെയാണ് ചോദിച്ചതെന്നല്ല ആലോചിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഉത്തരം പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ ലോങ് വീഡിയോ ചെയ്യാൻ മീൻസ് അങ്ങനെ ലോങ് വീഡിയോന്റെ കാര്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നലെയാണ് ആ കമന്റ് വന്നത്. അപ്പൊ ഞാൻ വൈ നോട്ട് ലോങ് വീഡിയോ ഒന്നും ചെയ്തിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കാലോ. എനിക്ക് എന്റെ എക്സ്പീരിയൻസ് പറയാലോ. അതിനിപ്പോ എനിക്ക് വലിയ വിവരമൊന്നും വേണ്ടല്ലോ. എനിക്ക് വർത്താനം പറയാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ എക്സ്പീരിയൻസ് പറയാം, വൈ നോട്ട്. സോ അപ്പൊ അങ്ങനെയാണ്. പാർട്ട് ടൈം കിട്ടും, കിട്ടാണ്ടിരിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ടൈമിംഗ് ഒക്കെ അനുസരിച്ചിട്ട് പഠിത്തം ഉഴപ്പാണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓക്കെ. ഫസ്റ്റ് ഇയറിലൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നമുക്ക് സിസ്റ്റം, ഇവിടുത്തെ ഒരു സിസ്റ്റം ഇല്ലേ, ഇവിടുത്തെ ഒരു സ്റ്റഡി സിസ്റ്റം ആയിട്ട് നമ്മൾ ഇങ്ങനെ പോകുന്നൊരു ഇയർ ആവുക അത്. അപ്പൊ പാർട്ട് ടൈം ജോബിന് പോവാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് അനാട്ടമി, ഫിസിയോളജി അതൊക്കെ വരുന്നത് ഫസ്റ്റ് ഇയറിലാണ്. അപ്പോൾ അനാട്ടമി ഒക്കെ പാസ്സാവാൻ ഭയങ്കര പാടാണ്. നന്നായി പഠിച്ചാലേ പാസ്സാവുള്ളൂ. അപ്പോ ഫസ്റ്റ് ഇയർ ഒന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. സെക്കൻഡ് നമുക്കൊരു ആ സിസ്റ്റത്തിനോട് ഒരു ഇത് കിട്ടുകയാണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി തുടങ്ങിയ പാർട്ട് ടൈം ഒക്കെ പോകുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ലിവിങ് എക്സ്പെൻസിനുള്ള പൈസയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഡെയിലി വേജ് 2000 ദിനാർ, അത് അപ്രോക്സ് 1800 ഇന്ത്യൻ റുപ്പി അങ്ങനെയാണ് കിട്ടും, നല്ലതാണ്. പിന്നെ സ്റ്റേ ബാക്ക് ഒന്നുമില്ല കേട്ടോ ഇവിടെ. സ്റ്റേ ബാക്ക് ഒന്നുമില്ല. നമ്മുടെ ഡിഗ്രി 6 years ഡിഗ്രിയാണ്. അപ്പൊ അത് കഴിഞ്ഞ് സ്റ്റേ ബാക്ക് ഒന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നിൽക്കാം. നമുക്ക് 6 month ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് ഇവിടുത്തെ ലൈസൻസിങ് എക്സാം എഴുതാം, അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മുടെ ഡിഗ്രി കഴിയുന്നത് ജൂണിൽ കഴിയും. പിന്നെ തീസിസ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഡിഗ്രി കഴിയും. എക്സാംസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആവും. നമ്മുടെ ഡിഗ്രി കിട്ടുന്നത് ഡിസംബറിലാണ് നമുക്ക് ഡിഗ്രി കിട്ടുന്നത്. കയ്യിലോട്ട് ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഡിസംബറിലാണ് കിട്ടത്തുള്ളൂ. അങ്ങനെയാണ്. പിന്നെ ഞാൻ ചേർന്ന സമയത്ത് എന്റെ ഫീസ് വരുന്നത് 6,000 യൂറോസ് ആണ്. അപ്പോൾ ഇനി പുതിയ ഇൻടേക്ക് വരുമ്പോൾ ഫീസ് ഡിഫറൻസ് എന്തായാലും വരുമല്ലോ. പുതിയ ഇൻടേക്ക് വരുമ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ട് അതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. എന്റെ കാര്യം ഞാൻ 6,000 യൂറോസ് ആണ് ഫീസ് പേ ചെയ്യുന്നത്. അപ്പൊ സെം വൈസ് ആണ് ഫീസ്. അപ്പോ വിന്റർ സെമ്മർ, സമ്മർ സെമ്മർ 3,000 വെച്ചിട്ടാണ് ഫീസ് വരിക. പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ?
വേറെ എന്തെങ്കിലും കാര്യങ്ങള് വീഡിയോ ആരും കാണുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കണ്ടാൽ എന്തെങ്കിലും ആവശ്യമുള്ള ഇൻഫർമേഷൻ വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോ ഇത്രയൊക്കെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് വർത്താനം പറയാൻ കുറെ ഇഷ്ടാ. അപ്പൊ ഇങ്ങനെ വിട്ടുകൊടുത്താൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് നിർത്തുന്നതായിരിക്കും നല്ലത്. അപ്പോ അപ്പോ അങ്ങനെ. അപ്പൊ എനിക്ക് നാളെ മുതൽ എനിക്ക് ക്രിസ്മസ് വെക്കേഷൻ ആണ്. ഇവിടെ ക്രിസ്മസ് ജനുവരി 7 6 7 എങ്ങോട്ടാ ക്രിസ്മസ്. അപ്പൊ ജനുവരി 8 വരെ എനിക്ക് ക്രിസ്മസ് വെക്കേഷൻ ആണ്. അപ്പൊ ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ അപ്പൊ വെക്കേഷനിൽ പോകും. അപ്പൊ ഇനി ക്ലാസ്സസ് ഒന്നുമില്ല. അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ്. അപ്പൊ 7 ദിവസം ഉള്ളൂ. പക്ഷെ ഈ 7 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ശിം കൊണ്ട് പോകും. ബട്ട് വെക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം, അങ്ങനെ ഒരു സന്തോഷം. അപ്പോ ശരി, ഇപ്പൊ പിന്നൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇടും. എന്റെ ജർമ്മൻ ജേർണി എന്നും വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇതിൽ തുടങ്ങിയത്. അപ്പൊ ലോങ് വീഡിയോ എന്തെങ്കിലും അറിയണമെന്നോ ഇവിടെ പുറത്ത് പഠിക്കുന്നതിനെ കുറിച്ച് സെർബിയനെ കുറിച്ച് അറിയണമെന്നുണ്ട് ചോദിക്കുകയാണെങ്കിൽ, ആരെങ്കിലും കാണുവാണെങ്കിൽ അവർ കണ്ടിട്ട് അവർക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എന്തായാലും പറയുന്നതായിരിക്കും, വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോ ശരി, കേട്ടോ.